എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 150-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അഗ്നേ ദേവാൻ ഇഹാവഹ സാദയായോനിഷു ത്രിഷു പരിഭൂഷപിബ ഋതൂനാം. അന്വയം: ഹേ അഗ്നേ ദേവാൻ ഇഹ ആവഹ തദ യോനിഷു ത്രീഷു സവനേഷു സാദയ തദ താൻ പരിഭൂഷ ഋതൂനാ സഹത്വം സോമം പിബ. ദേവാൻ ആവഹ, ദേവന്മാരെ ആനയിച്ചാലും, യോനീഷു ത്രീഷു സ്തവനേഷു സാദയ, യാഗവേദിയിൽ 3 സവനങ്ങളിലും, 3 സവനങ്ങൾ എന്ന് പറയുന്നത് പ്രാതസവനം, മാധ്യന്തീന സവനം, സായം സവനം, യഥാസ്ഥാനത്ത് അവരെ ഇരുത്തിയാലും പരിഭൂഷ അലങ്കരിക്കുക. ഋതൂന സഹത്വം സോമം പിബ, ഋതുവോടുകൂടി ഋതുവിലെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് സോമപാനം ചെയ്യുക. അർത്ഥം: അല്ലയോ അഗ്നിദേവ, അങ്ങ് ഈ യാഗവേദിയിലേക്ക് എല്ലാവരെയും ആവഹിച്ചു കൊണ്ടുവന്നാലും, യാഗവേദിയിലെ ഉത്കൃഷ്ടമായ സ്ഥാനത്ത്, യഥാവിധി ഉത്തമമായ സ്ഥാനങ്ങളിൽ അവരെ ആസനസ്ഥരാക്കിയാലും, അതാതു സ്ഥാനങ്ങൾ അവർ അലങ്കരിക്കട്ടെ. ഈ ഋതുവിലെ മഹത്തായ കർമാനുഷ്ഠാനത്തിൽ പങ്കെടുത്ത് ഋതുവിന്റെ മഹത്വത്തെ ആസ്വദിച്ചുകൊണ്ട് സോമപാനം ചെയ്താലും, യാഗവേളയിൽ 3 സവനങ്ങളിലും ദേവന്മാരെ സോമപാനത്തിനായിട്ട് ആസനസ്ഥരാക്കിയാലും, പ്രാതസവനം എന്ന് പറയുന്നത് രാവിലെയുള്ള കർമ്മങ്ങൾ, മാധ്യന്തീന സവനം എന്ന് പറയുന്നത് ഉച്ചക്കുള്ള കർമ്മങ്ങൾ, സായം സവനം എന്ന് പറയുന്നത് സന്ധ്യാനേരത്തുള്ള കർമ്മങ്ങൾ. ഇതാണ് സവനത്രയം എന്ന് പറയുന്നത്. ഇതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.